ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും വിശുദ്ധനാട് സന്ദർശിക്കുവാൻ വേണ്ടി ഇസ്രയേലിലേക്ക് പോകുന്ന ക്രിസ്ത്യാനികളുടെ മേൽ തുപ്പുക, അവരെ പരിഹസിക്കുക, ചിലരെയെങ്കിലും ഉപദ്രവിക്കുക, ആക്രമണങ്ങൾ നടത്തുക തുടങ്ങിയ സംഭവങ്ങൾ ചിലപ്പോഴെങ്കിലും തീവ്ര മതസ്ഥരായ ജൂതന്മാരിൽ നിന്നും ഉണ്ടാകാറുണ്ട്. അടുത്ത കാലത്ത് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇസ്രയേലിൽ വർദ്ധിച്ചു എന്ന് പറയാം. യഹൂദന്മാർക്ക് ക്രിസ്ത്യാനികളോട് അസഹിഷ്ണുതയുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്ത്? എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇസ്രയേലിൽ വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ട്. ഒരു സംഭവം ഇങ്ങനെയാണ്. ജെറുസലേമിലെ ദാവീദിൻ്റെ ശവകുടീരത്തിന് സമീപം നടന്ന ഒരാക്രമണത്തിൽ കത്തോലിക്ക കന്യാസ്ത്രീക്ക് ഈ അടുത്ത ദിവസം പരിക്കേറ്റു. സിയോൻ ഗേറ്റ് അല്ലെങ്കിൽ ബാബ് അൽ നബി ദാവൂദ് പ്രദേശത്തു കൂടി നടക്കുമ്പോഴാണ് കന്യാസ്ത്രീ ആക്രമിക്കപ്പെട്ടത്. പുറകിൽ നിന്ന് വന്ന ഒരാൾ അവരെ ആക്രമിക്കുകയായിരുന്നു. പിന്നീട് പുറത്തു വന്ന വീഡിയോയിലും മറ്റൊരു ഫോട്ടോയിലും സംഭവത്തിന് ശേഷം രക്തം പുരണ്ട ശരീരവുമായി സിസ്റ്ററിനെ കാണപ്പെട്ടു. ആക്രമണവുമായി ബന്ധപ്പെട്ട് 36 വയസ്സുള്ള ഒരു ജൂതനെ ഇസ്രയേലി പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. വംശീയമോ മതപരമോ ആയ ആക്രമണമായി കണ്ട് പോലീസ് ഇത് അന്വേഷിക്കുന്നുണ്ടെന്നും നിയമ നടപടികൾ അനുസരിച്ച് പ്രതിയെ ജെറുസലേം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് പറഞ്ഞു. അയാളുടെ ഐഡൻറ്റിറ്റി ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ആക്രമിക്കപ്പെട്ട കന്യാസ്ത്രീ ജെറുസലേമിലെ ഫ്രഞ്ച് സ്കൂൾ ഓഫ് ബൈബിൾ ആൻഡ് ആർക്കിയോളജിക്കൽ റിസർച്ചിൽ ജോലി ചെയ്തു വരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഒലീവിയർ പോക്കിലോൺ സംഭവത്തെ പ്രകോപനമില്ലാത്ത ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത്. വിദേശകാര്യ മന്ത്രാലയവും ഹീബ്രു യൂണിവേഴ്സിറ്റിയും ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. മതനേതാക്കൾക്കെതിരായ ആക്രമണങ്ങളോട് ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നാണ് പോലീസിൻ്റെ നിലപാട്. മതപ്രവർത്തകരെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണത്തെ പ്രത്യേക ഗൗരവത്തോടെയാണ് ഞങ്ങൾ കാണുന്നതെന്നും വംശീയമായ അക്രമികളോട് ഒരു ഒത്തുതീർപ്പിനുമില്ലെന്നും ഇസ്രയേലി ഗവൺമെൻറ്റും പറയുന്നു. ഒരു ഇസ്രയേലി കുടിയേറ്റക്കാരനാണ് കന്യാസ്ത്രീക്കെതിരെയുള്ള ആക്രമണം നടത്തിയതെന്നാണ് അൽ ബൈദർ എന്ന മനുഷ്യാവകാശ സംഘടന ആരോപിക്കുന്നത്. ജെറുസലേമിലും സമീപ പ്രദേശങ്ങളിലും സാധാരണക്കാരായ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഈ നാളുകളിൽ വർദ്ധിച്ചു വരികയാണ്. പുരോഹിതന്മാർക്കും വിശ്വാസികൾക്കും നേരെയുള്ള വർദ്ധിച്ചു വരുന്ന ശത്രുതയിൽ വിവിധ ക്രൈസ്തവ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് ബിഷപ്പ് വില്യം ഷോമാലി അടുത്തിടെ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ വർഷം മാത്രം ജെറുസലേമിലെ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ച് 155 മുതൽ 181 വരെ പീഡനം, ആക്രമണം അല്ലെങ്കിൽ നശീകരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മറ്റൊരു പ്രധാന സംഭവം ലെബനോനിലെ ഡെബൽ എന്ന ക്രിസ്ത്യൻ ഗ്രാമത്തിൽ ക്രിസ്തുവിൻ്റെ പ്രതിമ തകർത്ത അതേ ഗ്രാമത്തിൽ സൈനികർ എക്സ്കവേറ്റർ ഉപയോഗിച്ച് സോളാർ പാനലുകൾ നശിപ്പിക്കുന്നതായി കാണിക്കുന്നൊരു വീഡിയോ ലെബനോൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ക്രൈസ്തവ സ്ഥാപനങ്ങളുടേതായിരുന്ന ഈ സോളാർ പാനലുകളാണ് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇസ്രയേൽ സൈനികർ നശിപ്പിച്ചത്. ഈ ദൃശ്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടു. വീഡിയോയിൽ കാണുന്ന പ്രവർത്തനങ്ങൾ IDFൻ്റെ മൂല്യങ്ങളുമായും അവരുടെ സൈനികരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റവുമായും യാതൊരു രീതിയിലും പൊരുത്തപ്പെടാനാകുന്നില്ലെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ലെബനോനിലെ ഡെബൽ പ്രദേശത്തെ ജലസേചന സൗകര്യങ്ങൾ, വീടുകൾ, റോഡുകൾ, മരങ്ങൾ എന്നിവയ്ക്കും സൈന്യം നാശനഷ്ടങ്ങൾ വരുത്തിയതായിട്ടാണ് ലെബനീസ് മാധ്യമങ്ങൾ പറയുന്നത്. ഡെബൽ എന്ന ക്രിസ്ത്യൻ ഗ്രാമത്തിൽ സൈനികർ ഒരു ക്രിസ്തുവിൻ്റെ പ്രതിമ തകർക്കുകയും അതിൻ്റെ ചിത്രം പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്ത ഇസ്രയേലി സൈനികർക്കെതിരെ ഗവൺമെൻറ് ശക്തമായ നടപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചത്. എന്നു മാത്രമല്ല, ഇസ്രയേലി പട്ടാളത്തിലെ ക്രിസ്തീയ സൈനികരെ വിളിച്ചുകൂട്ടി ഈ സംഭവത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ദുഃഖം രേഖപ്പെടുത്തുകയും അപലപിക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ ഒരു പുതിയ കുരിശും രൂപവും ഇസ്രയേലി സൈന്യം തന്നെ ആ സ്ഥലത്ത് വീണ്ടും സ്ഥാപിച്ചു. യഹൂദർ ഈ അടുത്ത കാലത്തായി കത്തോലിക്കരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണ്? ക്രൈസ്തവർക്കെതിരെ യഹൂദരുടെ ശക്തമായ ആക്രമണം പല സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. യഹൂദന്മാർക്ക് ക്രിസ്ത്യാനികളോട് എന്താണ് ഇത്ര അസഹിഷ്ണുത ഉണ്ടാവാൻ കാരണം? ക്രൈസ്തവ ദേവാലയങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക പള്ളികൾ, പുരോഹിതന്മാർ, തീർത്ഥാടകർ എന്നിവർക്കെതിരെ ജെറുസലേമിലും പരിസര പ്രദേശങ്ങളിലും
ജൂതർ നടത്തുന്ന ശത്രുതയുടെയും ആക്രമണ പ്രവർത്തനങ്ങളുടെയും വർധനവ് വളരെ കൂടുതലാണ്. ജെറുസലേമിലാണ് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ വർധനവ് ഏറെയും. അവിടെ ചില തീവ്ര ഇസ്രയേലി കുടിയേറ്റക്കാരും മതവിശ്വാസികളായ ജൂതന്മാരും ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണത്തിന് കൂടുതൽ ധൈര്യപ്പെടുന്നു. വത്തിക്കാൻ്റെ നയതന്ത്ര നിലപാടുകളിൽ ചില തീവ്ര യഹൂദന്മാർ നിരാശ പ്രകടിപ്പിക്കുകയും അത് വത്തിക്കാൻ്റെ പാലസ്തീൻ അനുകൂലമായ നിലപാടായി കാണുകയും ചെയ്യുന്നു. പല തീവ്ര ജൂതന്മാരും കുരിശുൾപ്പെടെയുള്ള ക്രിസ്ത്യൻ അടയാളങ്ങളെ കാണുന്നത് തങ്ങൾ നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനികളിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് കാണുന്നത്. ഇത് ജൂതന്മാർ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷവുമായ പ്രദേശങ്ങളിൽ ശത്രുതയ്ക്ക് കാരണമാവുന്നുണ്ട്. മതങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വളരെയധികം പുരോഗതി ഉണ്ടായിട്ടും അടിസ്ഥാനപരമായി ദൈവശാസ്ത്രപരമായും വ്യത്യാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ചില ജൂതമത തീവ്രവാദികൾ ജെറുസലേമിലെ ക്രിസ്തീയ സാന്നിധ്യം യഹൂദമതത്തിനെതിരാണെന്ന് വരെ കരുതുന്നു. ഈ അടുത്ത വർഷങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ എണ്ണവും കാഠിന്യവും വർദ്ധിച്ചു കഴിഞ്ഞു. ഇസ്രയേലിലെ പ്രധാന ജൂത നേതാക്കളെല്ലാവരും ഈ ആക്രമണങ്ങളെ അപലപിക്കുന്നുണ്ട്. ആക്രമണകാരികൾ വളരെ കുറച്ചു മാത്രമാണെന്നും അതെല്ലാ ജൂതരെയും പ്രതിനിധീകരിക്കുന്നില്ലെന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കത്തോലിക്ക സഭ ഔദ്യോഗികമായി ജൂതവിരുദ്ധതയെ നിരാകരിക്കുകയും നോസ്ട്ര എറ്റേറ്റ് പോലുള്ള നയരേഖകൾ വഴി ജൂത ജനതയുമായുള്ള സൗഹൃദ ബന്ധം ലക്ഷ്യമിടുന്നു. 1965 ഒക്ടോബർ 28 രണ്ടാം വത്തിക്കാൻ കൗൺസിലിനിടെ പോൾ ആറാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ച കത്തോലിക്ക സഭയ്ക്ക് അക്രൈസ്തവ മതങ്ങളോടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ് നോസ്ട്ര എറ്റേറ്റ്. ഇതൊരു ലാറ്റിൻ വേർഡാണ്. നമ്മുടെ കാലത്ത് എന്നാണ് അതിനർത്ഥം. മതാന്തര സംഭാവത്തിലുള്ള ഒരു ചരിത്രപരമായ മാറ്റത്തെ ഇത് അടയാളപ്പെടുത്തി. മറ്റ് മതങ്ങളുടെ വിശ്വാസങ്ങളോടുള്ള ബഹുമാനത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു നയരേഖയാണിത്. 2026 മെയ് 2 തെക്കൻ ലെബനനിൽ അതിർത്തി പട്ടണമായ യാറൂണിലും ഒരു കോൺവെൻറ്റ് സ്കൂളും കത്തോലിക്ക ചർച്ചും ഇസ്രായേൽ സൈന്യം തകർത്തു. ലെബനോനിൽ 2026 നടക്കുന്ന തീവ്ര സൈനിക നടപടികളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ച തെക്കൻ ലെബനോനിലെ യാറൂൺ എന്ന ഗ്രാമത്തിലാണ് നശിപ്പിക്കപ്പെട്ട കോൺവെൻറ്റും സ്കൂളും പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. ലെബനോൻ അതിർത്തി ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം നടത്തുന്ന വിപുലവും തുടർച്ചയായതുമായ ആക്രമണങ്ങളുടെ ഭാഗമാണ് നടപടികൾ. ചെറുതെങ്കിലും ജെറുസലേമിൽ ഉരുണ്ടുകൂടുന്ന മത തീവ്ര ചിന്താഗതിക്കാരായ ജൂതന്മാരുടെ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ കർശനമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. തങ്ങളുടെ നിലനിൽപ്പിനായി പോരാടുന്ന ഇസ്രായേലിന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ പിന്തുണയുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ചെറുതും വലുതുമായ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അത് നഷ്ടപ്പെടുത്തുമോ എന്നാണ് ഇസ്രായേൽ അധികൃതർ ഭയപ്പെടുന്നത്.